ബോച്ചെ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സ്വർണ്ണാഭരണ വ്യാപാരിയും മനുഷ്യാവകാശ പ്രവർത്തകനും നന്മ മരവുമായ നമ്മുടെ ബോബി ചെമ്മണ്ണൂരിനെ ഒരു നടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത വാർത്തയാണ് നമ്മൾ ഇന്നലെ ഈ സമയത്ത് ഇവിടെ ചർച്ച ചെയ്തത്. നേരത്തോട് നേരെ എത്തുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വഷളായിരിക്കും. ബോച്ചയുടെ ജാമ്യാപേക്ഷ എറണാകുളത്തെ 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് തള്ളിക്കളഞ്ഞു. അദ്ദേഹത്തെ സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ബോച്ചയ്ക്ക് വേണ്ടി സുപ്രസിദ്ധ അഭിഭാഷകനായ സാക്ഷാൽ ബി രാമൻപിള്ള കോടതിയിൽ ഹാജരായി വിദഗ്ധമായി അദ്ദേഹത്തിൻ്റെ വാദമുഖങ്ങൾ നിരത്തിയെങ്കിലും അതൊന്നും മജിസ്ട്രേറ്റിൻ്റെ ചെവിയിൽ കയറിയില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള ഒരു വനിതാ മജിസ്ട്രേറ്റ് കൂടിയായിരുന്നു. അവർ സ്ത്രീകളെ അധിക്ഷേപിക്കുന്നതിനെതിരായ ശക്തമായ നിലപാട് കൈക്കൊണ്ടു. ബോച്ചയെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യമുണ്ട് എന്ന പ്രോസിക്യൂട്ടറുടെ വാദം അംഗീകരിച്ചു. അദ്ദേഹത്തെ സബ് ജയിലിലേക്ക് അയച്ചിരിക്കുകയാണ്. ഇതുവരെ നെഞ്ചു പിടിച്ചിരുന്ന പാവം ബോച്ചയുടെ രക്തസമ്മർദ്ദം അധികരിച്ചു പോലും. അദ്ദേഹം ഇപ്പോൾ ആശുപത്രി ചികിത്സയിലാണ്. ജാമ്യം കിട്ടുന്നവരെ ആശുപത്രിയിൽ കഴിയാൻ മഹാസമ്പന്നനായ ബോച്ചയ്ക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് നമുക്കറിയാം. അതിനൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റിയ ഡോക്ടർമാരും നമ്മുടെ നാട്ടിലുണ്ട്. ഇനി അതല്ല പോലീസുകാർ വാശി പിടിച്ച് ഇദ്ദേഹത്തെ സബ് ജയിലിലേക്ക് കൊണ്ടുപോകും എന്ന് പറയാനും ഞാൻ ആളല്ല. ഏതായാലും ബോച്ചയുടെ കാലം കഷ്ടകാലമാണ് എന്ന് പറയാനായിട്ട് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടതില്ല. അങ്ങനെ ബോച്ചെ സബ് ജയിലിലേക്ക് പോകുമ്പോൾ ഇവിടെ സന്തോഷിക്കുന്ന കുറേ ആളുകളുണ്ട്. പുരോഗമന കലാ സാഹിത്യ സംഘം എന്ന് പറഞ്ഞൊരു ഭയങ്കര സംഘമുണ്ട്. ഭീകര സംഘം എന്ന് പറയും കൂടുതൽ ശരി. അതിൻ്റെ ഒരു ഭാരവാഹിക്കെതിരായിട്ട് പോക്സോ കേസടക്കം നിലനിൽക്കുകയാണ്. പക്ഷേ ഏറ്റവും അധികം സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ ബോച്ചെ എന്ന് പറഞ്ഞ ഭീകരനെ ജയിലിലടച്ചതിൽ സന്തോഷം പ്രകടിപ്പിച്ച് ആദ്യമായിട്ട് ഒരു പത്രപ്രസ്താവന നടത്തിയത് ഈ സംഘമാണ്. അതിൻ്റെ പ്രസിഡൻറ്റിനെതിരായിട്ട് സമീപകാലത്ത് ഒരു പ്രമുഖ സാംസ്കാരിക നായിക വളരെ ആക്ഷേപകരമായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അദ്ദേഹം അത് കണ്ടിട്ടില്ല എന്നെനിക്ക് തോന്നുന്നു. ഏതായാലും ധാർമ്മിക രോഷത്തിൽ പുരോഗമന കലാസാഹിത്യക്കാർക്ക് യാതൊരു കുറവുമില്ല എന്ന കാര്യത്തിൽ നമുക്ക് സന്തോഷിക്കാം. പിന്നെ ഇതുപോലെ സന്തോഷിച്ച ഒരാൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു ടീച്ചറാണ്. ടീച്ചറുടെ ഭർത്താവ്, അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ഒരു എ ഉണ്ട്, എ വിജയരാഘവൻ. അദ്ദേഹം ഈ സമീപകാലത്തും മറ്റുമൊക്കെ നടത്തിയ പല പ്രസ്താവനകളിൽ ഇത് പറയുമ്പോൾ നമ്മുടെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട്. ഏതായാലും ടീച്ചർക്ക് വലിയ സന്തോഷമായി. ഇനി ബാക്കിയുള്ളവരുടെ സന്തോഷ പ്രകടനങ്ങൾ പുറകെ വരും. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ പലരും മത്താപ്പ് കത്തിക്കുകയും പൂത്തിരി കത്തിക്കുകയും കമ്പിത്തിരി കത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വരും ദിവസങ്ങളിൽ നമുക്കത് പത്രത്തിലും വാർത്താ മാധ്യമങ്ങളിലും കാണാൻ കഴിയും. അതെന്തുവാട്ടെ, ഈ ബോച്ചെ ജയിലിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജാമ്യ ഹർജി രാമൻപിള്ള വാദിച്ചിട്ട് പോലും മജിസ്ട്രേറ്റ് നിഷ്കരണം നിരാകരിക്കുമ്പോൾ ഈ നാട്ടിൽ ഏറ്റവും അധികം ധാർമ്മിക രോഷം അനുഭവിക്കുന്ന ആൾ അല്ലെങ്കിൽ ഏറ്റവും അധികം മനോവേദന അനുഭവിക്കുന്ന ആൾ ആരാണെന്ന് ചോദിച്ചാൽ അത് രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞ ഒരു ചിന്തകനാണ്. രാഹുലിനെ നമുക്കറിയാം. ഈ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ടെലിവിഷൻ ചർച്ചകളിൽ കൂടിയാണ് ഇദ്ദേഹത്തിന് വലിയ ഖ്യാതി ഉണ്ടായത്. അദ്ദേഹം ശബരിമല തന്ത്രിയുടെ മകളുടെ മകനോ മറ്റുമാണ്. കൃത്യബന്ധം എനിക്കറിയില്ല. തന്ത്രി കുടുംബം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം സ്ഥിരമായി ടെലിവിഷൻ ചാനലുകൾ വന്നിരുന്നത് 5 മിനിറ്റ് 3 പോയിൻ്റ് എന്ന് പറഞ്ഞ് പല സംഗതികളും ഇങ്ങനെ അടിച്ചു വിടുന്ന ആളാണ്. ഇദ്ദേഹത്തിൻ്റെ വാദങ്ങളൊക്കെ ഭയങ്കര രസമാണ്. വിദണ്ഡവാദത്തിൽ എന്തെങ്കിലും അവാർഡ് ഏർപ്പെടുത്തുകയാണെങ്കിൽ മൂപ്പിലേക്ക് തന്നെ കൊടുക്കണം. അങ്ങനെ രസികനായ ഒരു ചെറുപ്പക്കാരെന്ന് പറയാൻ പറ്റില്ല, ഇപ്പോൾ ഏതാണ്ട് മധ്യവയസ്സിൻ്റെ അടുത്തെത്തി ആണ് ഈ രാഹുൽ ഈശ്വർ. ഈ സമീപകാലത്തായിട്ട് ഇദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത് പീഡന കേസുകളിലാണ്. ഈ രാജ്യത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും സ്ത്രീ ആരെങ്കിലും പീഡിപ്പിച്ചു എന്ന് കേട്ടാൽ ഉടനെ TV ചാനലുകാർ രാഹുൽ ഈശ്വറിനെ വിളിക്കും. കാരണം പുള്ളി പീഡന സ്പെഷ്യലിസ്റ്റാണ്. ഇന്ന ആൾ ഇന്ന സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന് കേൾക്കുന്നു രാഹുൽ ഈശ്വർ എന്ന് ചോദിക്കുമ്പോഴേ അദ്ദേഹം പറയും, അത് പീഡനത്തിന് എന്ത് തെളിവാണുള്ളത്, എന്താണ് ഈ പറയുന്നത്, ഇത് പീഡനമാണോ, പീഡനത്തിൻ്റെ നിർവചനത്തിൽ ഇത് വരികയില്ല എന്ന് പറഞ്ഞ് ഇദ്ദേഹം വാദിക്കാൻ തുടങ്ങും. പണ്ട് നമ്മുടെ അത്യുന്നത കാർദിനാളിന് വേണ്ടി കെന്നഡി കരിമ്പുംകാല വാദിച്ചിരുന്ന പോലെയാണ്. കരിമ്പുംകാല വാദിച്ചാണ് കാർദിനാളിൻ്റെ പേര് കേട്ടാൽ സത്യവിശ്വാസികൾ കാറി തുപ്പുന്ന അവസ്ഥയുണ്ടായി. കാർദിനാൾ പറഞ്ഞിട്ട് ചെയ്തതല്ല, കരിമ്പുംകാല സ്വന്തം സെലക്ട് ചെയ്തതാണ്. ഇതുപോലെയാണ് ഈ രാഹുൽ ഈശ്വറിൻ്റെ കാര്യം. രാഹുൽ ഈശ്വർ ഇങ്ങനെ വക്കാലത്ത് പിടിച്ച് വിവിധ ചാനലുകളിൽ പോയി വാദിക്കുന്നത് സിനിമാ ദിലീപിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സിദ്ദിഖിന് വേണ്ടിയിട്ട്, അതുമല്ലെങ്കിൽ ഇപ്പോൾ ബോച്ചയ്ക്ക് വേണ്ടിയിട്ട്. എവിടെ ആരെ പീഡിപ്പിച്ചു എന്ന് കണ്ടാലും ഉടനെ രാഹുൽ രംഗത്ത് വരികയും ഈ പീഡകന് വേണ്ടിയിട്ട് വാദിക്കച്ച്. ഇയാൾ യഥാർത്ഥത്തിൽ നിരപരാധിയാണെന്ന്, ഈ പരാതി ഉന്നയിച്ച സ്ത്രീയാണ് യഥാർത്ഥത്തിൽ 6 പിഴ എന്ന് പുള്ളി സ്ഥാപിക്കും. ഇപ്പോൾ ഈ
ബോച്ചയ്ക്കെതിരെ ആരോടും ഉന്നയിച്ച നടിയെക്കുറിച്ചും പുള്ളി ഈ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തി കഴിഞ്ഞു. നടി അതിന് മറുപടിയും പറഞ്ഞു. ഞാനിപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ എനിക്ക് ബലമായിട്ട് പറയാനുള്ളൊരു കാര്യം, ഞാനൊരു ഈശ്വര വിശ്വാസിയല്ല. ഈശ്വരന് എന്നെ വിശ്വാസമുണ്ടോ എന്ന് സംശയമാണ്. പക്ഷേ ഈശ്വരനെ നിന്ദിക്കുന്നത് ശരിയല്ല. അത് ഈശ്വരനുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ദൈവം നിന്ന അല്ലെങ്കിൽ ഈശ്വരൻ നിന്ന ശരിയല്ല എന്ന അഭിപ്രായക്കാരനാണ്. പാപമാണോ അതിന് ശാപം കിട്ടൂ എന്നൊക്കെ പറയാൻ ഞാൻ ആളല്ല. ആളുകൾ വിശ്വസിക്കുന്ന, ആളുകൾ ആരാധിക്കുന്ന ഒരു മൂർത്തിയെ ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ നമുക്ക് കാര്യമില്ല. അങ്ങനെ ആ ഒരു അഭിപ്രായം എനിക്കുണ്ട്. അപ്പം ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ, ഈ രാഹുൽ ഈശ്വർ എന്ന ചെറുപ്പക്കാരന് ഈ പേരിട്ടത് വലിയ ഈശ്വരൻ തന്നെയാണ്. ഇയാളുടെ അച്ഛൻ്റെ പേര് ഈശ്വരൻ എന്നാണോ എന്ന് എനിക്കറിയില്ല. ആണെങ്കിൽ പോലും ആ പേരിന് അദ്ദേഹം യോഗ്യനല്ല. അദ്ദേഹത്തിൻ്റെ പേര് രാഹുൽ ചെകുത്താൻ എന്നാക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. കാരണം പുള്ളി ചെകുത്താൻ്റെ വാക്കാലത്ത് പിടിച്ചിട്ടാണ് എപ്പോഴും വാദിക്കുന്നത്. ഇദ്ദേഹത്തിന് രാഹുൽ ഈശ്വർ എന്ന് പേരിട്ടത് വലിയ ഈശ്വരൻ നിന്നയാണ്. ആ ഈശ്വരനുണ്ടെങ്കിൽ അത് സഹിക്കില്ല. കാരണം ഈശ്വരന് നിരക്കാത്ത വർദ്ധവനാണ് പുള്ളി പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഗസറ്റിൽ കൊടുത്ത് രാഹുൽ ചെകുത്താൻ എന്നാക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അങ്ങനെ ചെകുത്താൻ്റെ അനുഗ്രഹവും പുള്ളിക്ക് കിട്ടും. പുള്ളിയെ സ്ഥിരമായിട്ട് വിളിച്ച് അഭിപ്രായം ചോദിക്കുന്ന ഈ ചാനലുകാർക്കും ചെകുത്താൻ്റെ അനുഗ്രഹവും എല്ലാവിധത്തിലുള്ള ആശീർവാദവും ലഭിക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഈ വിഷയം അദ്ദേഹം ഗൗരവമായിട്ട് പരിഗണിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ആളുകൾ ഇനി അദ്ദേഹം പരിഗണിച്ചില്ലെങ്കിലും നാട്ടുകാർ അദ്ദേഹത്തിൻ്റെ പേര് ഈ രീതിയിൽ പരിഷ്കരിക്കുന്നത് വളരെ നന്നായിരിക്കും എന്നാണ് എൻ്റെ എളിയ അഭിപ്രായം. അദ്ദേഹത്തിൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഞാൻ അംഗീകരിക്കുന്നു. അപ്പോൾ എൻ്റെ അഭിപ്രായത്വ സ്വാതന്ത്ര്യത്തെ അദ്ദേഹം അംഗീകരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഏതായാലും രാഹുൽ ചെകുത്താന് എല്ലാ തരത്തിലുള്ള ആശീർവാദം, എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ, ഈശ്വരൻ്റെ അല്ല ചെകുത്താൻ്റെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.